പറയട്ടെ, ഞാൻ എത്ര കൊല്ലം പഠിച്ചു? 3 കൊല്ലം BSc ഫിസിക്സ് പഠിച്ചു, 2 കൊല്ലം MSc ഫിസിക്സ് പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുറെ അല്ലാതെ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതുപോലത്തെ ജേർണൽസും പേപ്പറും ഒക്കെ വായിച്ചിട്ടുണ്ട്. നമ്മുടെ PGയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, പാർട്ടിക്കിൾ സിന്തസൈസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല BEdനും MEdനും നമ്മൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടാണ് ഇപ്പൊ എന്തുകൊണ്ടാണ് ബോൾഡായി, എന്തുകൊണ്ടാണ് അഭിപ്രായം പറയുന്നത് വെച്ചാൽ നമ്മൾ അതിനെപ്പറ്റി വിദ്യാഭ്യാസം കറക്റ്റ് ആയിട്ട് നേടിയിട്ടുണ്ട്. വിദ്യാഭ്യാസം നേടിയതോടു കൂടിയാണ് എനിക്ക് ഞാൻ സ്കൂളിൽ ടീച്ചറായിരുന്നു. സ്കൂളിലെ സിസ്റ്റത്തിൽ എനിക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഗവൺമെന്റിന്റെ സർവീസിൽ സ്കൂൾ ടീച്ചർ. ഞാൻ +1 +2 ഫിസിക്സ് ആണ് എടുക്കുന്നത്. +1 +2 ഫിസിക്സിൽ നല്ല ഒരു നമുക്കൊരു ടീച്ചറുണ്ട്, ബന്ധപ്പെടുക. അപ്പം അപ്പം അതുകൊണ്ട് എന്താ പറയാ, ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ അവിടെ ഇതുപോലെ തന്നെ നമ്മുടെ ഇപ്പം എല്ലാ സ്കൂൾ സിസ്റ്റം ഒന്നും അത്ര നല്ലതൊന്നുമല്ല. ഇപ്പൊ പുരോഗമന ആശയങ്ങളൊന്നും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമല്ല. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് പോരുക ചെയ്തേ. പക്ഷെ എല്ലാ സ്കൂളുകളും അങ്ങനെയല്ല. എല്ലാ സ്കൂളുകളും അങ്ങനെയല്ല. ജനറലൈസ് ചെയ്യുന്നതാണ് പ്രശ്നം. അതിൻ്റെ എല്ലാത്തിലും ഞാൻ ആകെ ശ്രീലക്ഷ്മിയോട് എതിർക്കുന്നത് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ജനറലൈസ് ചെയ്യും. എല്ലാവരും അങ്ങനെ ഞാൻ പഠിപ്പിക്കാൻ എന്നെ പോലെ ഒരു ആൾക്കാരെ എന്താണ് വിദ്യാഭ്യാസ മേഖല എന്താണ് ഉണ്ടായ പ്രശ്നം? വിദ്യാഭ്യാസ മേഖല അതൊക്കെ ഞാൻ കുറെ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. കേക്കട്ടെ, ജനങ്ങൾ കേക്കട്ടെ. ഏത് സ്കൂളിൽ എന്താ സംഭവിച്ചേ? സ്കൂളിൽ ഞാൻ ഒരു ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ, അതായത് ഒരു പട്ടികജാതി പട്ടിക വികസന വകുപ്പിന്റെ ഒരു സ്കൂളിൽ ഒരു കൊല്ലത്തെ കോൺട്രാക്ട് ബേസിസിലാണ് നമുക്ക് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് കിട്ടിയത്. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറെ ഫണ്ടിന്റെ തിരിമറികൾ അങ്ങനെയൊക്കെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് എന്താ പറയാ, എനിക്ക് കുറെ ആക്ടിവിസ്റ്റുകളായിട്ട് ബന്ധമുണ്ടല്ലോ. അപ്പം അവിടുത്തെ പ്രിൻസിപ്പള് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഇപ്പം ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്, അവരുമായിട്ട് വേറെ ഇതിനു മുമ്പ് പഠിപ്പിച്ച സ്കൂളിൽ കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഞാൻ അവരുടെ ഫ്രണ്ടാണല്ലോ, അപ്പം ഇവരുമായിട്ട് ആ പ്രിൻസിപ്പളിനെതിരെ 5-6 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ FIRന്റെ മേളിൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒക്കെ ഒരു സിസ്റ്റമാണ് അവിടെ നിന്ന്. എനിക്ക് അവിടുത്തെ എന്താ പറയാ, ഞാൻ ഫേക്ക് പോക്സോ, അതായത് ഫേക്ക്, ഞാൻ ഇതിന് മുമ്പേ ഇത് പറഞ്ഞിട്ടുള്ളതാണ്, പോക്സോ കേസ് എൻ്റെ പേരിൽ ഫേക്ക് പോക്സോ കേസ് കൊടുക്കുമെന്ന് ഞാൻ അറിഞ്ഞു. അതിനുശേഷമാണ് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തത്. അവര് പറഞ്ഞല്ല, ഞാൻ വേറെ രീതിയിൽ അറിഞ്ഞു. ഇതിനു മുമ്പ് അവർ ഫേക്ക് പോക്സോ കേസ്. സ്കൂളിൽ എങ്ങനെയാ കേറുന്നത്? എങ്ങനെയാ മാനേജ്മെന്റ് വഴി തന്നെയാണോ അതോ? സ്കൂൾ ഞാൻ പറഞ്ഞില്ല, ഗവൺമെന്റ് സ്കൂളാണ്. അല്ല, നമ്മൾക്ക് കോൺട്രാക്ട് ബേസിസിലാണ് കിട്ടുന്നത്. 1 ഇയർ. അതായത് നമ്മുടെ പട്ടികജാതി പട്ടിക വകുപ്പിൽ അങ്ങനെയാണ്. അപ്പം എനിക്കെതിരെ, അതായത് എന്നിട്ട് ഞാൻ കേസ്, എന്നിട്ട് കഴിഞ്ഞ മാസം കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അവിടെ പഠിപ്പിച്ച ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സാറിനെ വീണ്ടും ഒരു പോക്സോ കേസ് കുടുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കുറെ ആൾക്കാരെയൊക്കെ വിളിച്ച് അന്വേഷിച്ചു. അപ്പൊ പറഞ്ഞു, ശ്രീലക്ഷ്മി, അത് പോക്സോ കേസ് അല്ലേ, ഇത് റിയൽ ആണോ ഫേക്ക് ആണോ നമുക്ക് ഇന്റർവെയിൻ ചെയ്യാൻ പറ്റൂല്ലോ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പോക്സോ കേസുകളിൽ അങ്ങനെ സ്കൂളുകളിലൊക്കെ പോക്സോ കേസുകളിലൊക്കെ ഫേക്ക് ആയിട്ട്, അത് നമ്മൾ പറഞ്ഞ നമ്മൾ ഫേക്ക് ആയിട്ട് നിയമവ്യവസ്ഥയുടെ ഒരു പരാജയമല്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്.